ലൈവ് കണ്ടിരിക്കുന്നവരെ പൊട്ടന്മാരാക്കരുത്. രശ്മിൻ ജാസ്മിൻ ഫൈറ്റിന്റെ പ്രൊമോട്ടു ലൈവിൽ നമ്മൾ നോക്കിയിരുന്നു, കുറെ നേരം നോക്കിയിരുന്നു കഴിഞ്ഞപ്പോൾ ഈ അടി വന്നു. അടി വേറൊന്നിനുമല്ല, നമ്മുടെ ശ്വേതാ മേനോൻ ജാസ്മിനോട് ഒരു ഡാൻസ് കളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജാസ്മിൻ ആണ് റോബോട്ട്. അപ്പൊ ജാസ്മിനോട് പറഞ്ഞു എല്ലാവരെയും ഇവിടെ കൊണ്ടൊന്ന് വിളിച്ചിരുത്തു, പ്രോഗ്രാം തുടങ്ങാൻ പോകണ എല്ലാവരെയും ഇവിടെ വിളിച്ചിരുത്തു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനെന്ന് ശ്വേത ചേച്ചി പറഞ്ഞു. ഇതനുസരിച്ച് നമ്മുടെ ജാസ്മിൻ അടുക്കളയിൽ പോയിട്ട് നമ്മുടെ പവർ ടീമിനോട് ഈ ആവശ്യം ഉന്നയിച്ചു. ഇപ്പൊ നോറ പറഞ്ഞപ്പോ തന്നെ അവിടെ വന്നിരുന്നു ഇരിക്കേണ്ടതാണ്. അൻസിബയും അതുപോലെ തന്നെ നമ്മുടെ രശ്മിനും അഭിഷേകും വന്നിരുന്നില്ല, അവരവിടെ നിന്നു. മാം അവിടെ ഇരിക്കേണ്ടതാണ്, ഓർഡർ ആണ്, ഇപ്പോ തന്നെ ഇരിക്കണം. ജാസ്മിൻ ഒരു തവണ വിളിച്ചു വന്നില്ല. ശ്വേതനോട് പറഞ്ഞപ്പോ ശ്വേത പറഞ്ഞു ഒന്നുകൂടി പോയി വിളിക്കോ. ജാസ്മിൻ പിന്നെയും പോയി വിളിച്ചു. ആരംഭിക്കുന്നതാണ്, ഇപ്പോൾ തന്നെ അവിടെ ഇരിക്കേണ്ടതാണ്. ഓണേഴ്സ് അവിടെ വന്നിരിക്കണം, ഓണേഴ്സ് അവിടെ വന്നിരിക്കണം. പക്ഷേ അവര് വന്നില്ല. പ്രോഗ്രാം ഒരു മിനിറ്റിനുള്ളിൽ ആരംഭിക്കും. അത് കഴിയുമ്പോൾ ജാസ്മിൻ പിന്നെ ചെയ്യാൻ പറ്റും. ജാസ്മിൻ അവർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അവരുടെ സ്റ്റൗ പിടിച്ച് ഓഫ് ചെയ്തു. ആ ടൈമിൽ രശ്മിൻ ജാസ്മിന്റെ കൈ കയറി പിടിച്ചു. കൈ കയറി പിടിച്ച നേരത്ത് ജാസ്മിന്റെ തലയിൽ ഹെൽമെറ്റ് ഉണ്ട്. അതിനുശേഷമുള്ള വിഷ്വൽ കാണിക്കുമ്പോൾ ജാസ്മിന്റെ തലയിൽ ഹെൽമെറ്റ് ഇല്ല. എനിക്ക് തോന്നുന്നു മറ്റേ പോക്കിരി രാജയിലെ അടി പോലെയാന്ന് തോന്നുന്നു. ഫ്ലാഷ് ഓഫ് സെക്കൻഡിലാണ് ഹെൽമെറ്റ് തെറിച്ചു പോകുന്നത്. എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ഹെൽമെറ്റ് തെറിച്ചു പോകണമെങ്കിൽ അവിടെ ഒരു കയ്യാങ്കളി നടന്നിട്ടുണ്ട്, ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നിട്ടുണ്ട്. അല്ലാതെ വെറുതെ ഹെൽമെറ്റ് തിരിച്ചു പോകില്ലല്ലോ. അതിനുശേഷം രശ്മിൻ നിന്ന് കരയുന്നുണ്ട്. ജാസ്മിൻ ഓണേഴ്സ് അവിടെ വന്നിരിക്കേണ്ടതാണ്, ഓണേഴ്സ് അവിടെ വന്നിരിക്കണം ഇങ്ങനെ പറയുന്നുണ്ട്. എല്ലാവരോടും ബിഗ് ബോസ് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. അതിനുശേഷം രശ്മിൻ ഇങ്ങനെ ഇരുന്ന് കരയുന്നുണ്ട്. എല്ലാവരും ഉടൻ തന്നെ ലിവിംഗ് റൂമിൽ വന്നിരിക്കുക. ജാസ്മിൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, എല്ലാവരും ജാസ്മിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. സാബു എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. ശ്വേതാ മേനോൻ ബി ലൈക്ക് എന്തുവാടേ ഇത്, ഒരു മാസം മുമ്പ് എല്ലാവർക്കും അടിച്ച് ഔട്ടായി പോയേ, നീ ഇവൾക്കും പോണോ? അപ്പൊ രശ്മിൻ കരയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവളെ പിടിച്ചടിച്ച് ഇനി ഇതിന്റെ പേരിൽ ഞാൻ ഔട്ടാവൂലോ ദൈവമേ, ഇത് ഫിസിക്കൽ അസോൾട്ട് അല്ലേ എന്ന് പറഞ്ഞിട്ട് രശ്മിൻ കരയാ. രശ്മിന്റെ കയ്യിൽ നിന്ന് പോയിരിക്കും. അപ്പൊ നോറ രശ്മിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ സിജോ എന്തോ ഇങ്ങനെ പറയുമ്പോ രശ്മി പറയുന്നുണ്ട് ഇരുതിയിൽ എണ്ണ ഒഴിക്കില്ലേന്ന് പറ. ഇപ്പോഴും അവളുടെ അഹങ്കാരം കുറഞ്ഞിട്ടില്ല. അതിനുശേഷം ജസ്മിൻ ഇങ്ങനെയൊക്കെ കാണിച്ച് ബാത്റൂമിലേക്ക് ഓടിപ്പോകുന്നു. നമ്മുടെ ജാസ്മിൻ നോറയുടെ മേത്തേക്ക് കയറുന്നു. നീ വിഷം കുത്തി വെച്ചതുകൊണ്ടാണ് രശ്മിൻ എന്നെ പിടിച്ചിടിച്ചതെന്ന്. അതെന്തിനാ ജാസ്മിനെ നീ അങ്ങനെ പറഞ്ഞേ? രശ്മിനാണ് നിന്നെ ഉപദ്രവിച്ചത്. നോറ നീ പറയണത് കേട്ട് അവിടെ വന്നിരിക്കുകയും ചെയ്തു. ചിലപ്പോ അങ്ങനെ ആയിരിക്കാം, പക്ഷെ നോറയുടെ മേത്തേക്ക് നീ ചാരാൻ നിനക്ക് വോയിസിൽ നീ കണ്ടിട്ടില്ല. നോറ ഒരിക്കലും അടിക്ക് എന്ന് പറഞ്ഞ് അടിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അവിടെ എന്തൊരു സംഭവം നടന്നിട്ടുണ്ട്, അത് ബിഗ് ബോസ് നമ്മളിൽ നിന്ന് മറക്കുന്നുണ്ട്. ശേഷം ജാസ്മിനെയും രശ്മിനെയും കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട്. കൺഫെഷൻ റൂമിൽ എത്തിയ ശേഷം അവരെ കാണിക്കുന്നില്ല, അൻസിബേനെയാണ് കാണിക്കുന്നത്. അൻസിബ കറന്ന് കരയാ, അയ്യോ എന്ന് പറഞ്ഞിങ്ങനെ കരയാ. എന്തിനാ കരയുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ആ ഫൈറ്റ് നേരിട്ട് കണ്ടതിന്റെ ഒരു ഷോക്കായിരിക്കും. അൻസിബേനെ ശ്വേതാ മേനോൻ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ രശ്മിനും ജാസ്മിനെയാണ് കാണിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഒരു ഫിസിക്കൽ അസോൾട്ട് അല്ലെങ്കിൽ ഒരു ആക്രമണം നടന്നതാണല്ലോ. അപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു അടി ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചപ്പോ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിന്ന് കരയിടും. നിങ്ങളിങ്ങനെ രണ്ടുപേരും കരയല്ലേ, എനിക്ക് സഹിക്കില്ല. രശ്മിനെ കരയല്ലടാ, ജാസ്മിനെ നീയും കരയല്ലേ. എന്തൊരു കഷ്ടമാണത്. ഞാൻ വിചാരിച്ചു ബിഗ് ബോസ് ഇപ്പൊ ശരിയാക്കും എന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞപ്പോ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാം ഇത്തരം പ്രവൃത്തികൾ ഇവിടെ വെച്ച് പൊറിപ്പിക്കാവുന്നതല്ല, ഇനി ആവർത്തിക്കാതിരിക്കുക. രശ്മിനെ ഇവിടെ പറ്റുന്ന പ്രവൃത്തിയല്ലത്, മേലാൽ റിപ്പീറ്റ് ചെയ്യരുത്. എങ്ങനെ ഇരിക്കാണ്? ഒന്നില്ലെങ്കിൽ രശ്മിനെ സേവ് ആക്കാൻ ആഗ്രഹമുള്ള ആരോ ഏഷ്യാനെറ്റിന്റെ പുറകിൽ കളിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ഇവര് എപ്പിസോഡിന് വേണ്ടിയിട്ട് ഈ വിഷ്വൽസ് കട്ട് ചെയ്തതായിരിക്കാം. എന്തായാലും എപ്പിസോഡ് വന്നിട്ടും ഈ വിഷ്വൽസ് അതിലില്ല, എന്താണ് ചെയ്തതെന്ന് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്, എന്തോ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് നടന്നിട്ടുള്ളത്. രശ്മിനെ പുറത്താക്കിയില്ല. ഇത് കാണുന്ന റോക്കി ബായ് ഞാൻ ചെയ്യുമ്പോ ഓഹോ, രശ്മിൻ ചെയ്യുമ്പോ ആഹാ. എന്തായാലും എപ്പിസോഡിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്താ സംഭവിക്കുന്നതെന്ന് അറിയാലോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ